വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ലാസ്റ്റ് കണ്ടൻറ്റ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. നമ്മൾ കുറേ നാളായിട്ട് ചാനൽ ചത്ത് കിടക്കുമായിരുന്നു. ആ ചാനലിൽ ചെറിയ ജീവൻ ആ വീഡിയോ വഴി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ഇങ്ങോട്ട് ബസ്സിൻ്റെ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞു. നമുക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം ആ ഒരു ബസ്സിൻ്റെ വീഡിയോ ആണ്. ബസ് ഇപ്പോൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബസ് ഏകദേശം 12:25 ഒരു ടൈം. നമ്മൾ ആയിട്ടുണ്ട്. റോക്കൗണ്ട് ലേറ്റ് ആയിരിക്കും. ബസ് ഇപ്പോൾ വരും. അപ്പോൾ ആ ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളിപ്പം പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബസ്സിനെ പറ്റി തന്നെ പറയാം. ബസ് ഇത് വന്നിട്ട് വോൾവോ ഏഷ്യറിൻ്റെ 2090L എന്ന് പറഞ്ഞ ചേസസാണ്. 36 സീറ്റ് ബസ്സാണ്. പാലക്കാട് സാറ്റ് ബസ്സിലാണ് ഇതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. സ്ട്രൈഡർ എന്നാണ് ഇതിൻ്റെ ബോഡി നെയിമിന് പറയുന്നത്. അതിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈഡർ ഓഫ് വെനീസ് എന്നുള്ളത്. വെനീസ് ആലപ്പുഴയുടെ ഏക സ്ട്രൈഡറാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന നമ്മുടെ ഹജറ ബസ്. ഹജറ എന്ന് പറയുമ്പം ഫാത്തിമാസ് എന്ന ടീമിൻ്റെയാണ് ഈ ഒരു ബസ്. അത്യാവശ്യം നല്ല ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ എനിക്ക് വന്ന ഒരുപാട് നാൾ കൂടിയാണ് ഒരു പുത്തൻ ബസ് ഇറക്കിയത്. അത് എനിക്കൊന്ന് ഇവരാണ്. ഇപ്പോൾ തൊട്ടിപ്പുറം കിടക്കുന്ന നമ്മുടെ പുഞ്ചിരിയുടെ ഇതിലും പുതിയ ബസ്സാണ്. അതിൽ നമുക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യണം, അവർ പറയണം. പിന്നെ അതുപോലെ വോൾവോ ഏഷ്യറാണ് ഇതിൻ്റെ ചേസ് വരുന്നത്. 2090L എന്നുള്ള എൻജിൻ നെയിമിൽ. സംഭവം ലുക്കും കാര്യങ്ങളൊക്കെ സ്ട്രൈഡർ ബസ്സുകളെ പോലെ എല്ലാത്തിനും ഒരേ ഒരു ലുക്കാണ് വരുന്നത്. അതിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസ കാര്യങ്ങളോ വരുന്നില്ല. പിന്നെ ഇത് സിറ്റി ബസ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഫുള്ള് കളർ കോമ്പിനേഷൻ വരുന്നത്. ഗ്രീനും അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ അവർ ആ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ലുക്ക് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു പ്ലെയിനായിട്ട് വിടാതെ ആ ഒരു പിയാനോ ബ്ലാക്ക് കൊടുത്തുകൊണ്ടൊരു ഭംഗിയെന്നും പറയാം. മേളിലൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. 2 ലാഡർ. പിന്നെ താഴെ അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു കോമ്പോടെ കൊടുത്തു. ഇനിയിപ്പം സൈഡിൽ ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ഇപ്പോൾ ഈ ഒരു നമ്മുടെ ബോഡി കോഡും കളർ കോഡൊക്കെ വന്ന ശേഷം അധികം ഡിസൈനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ എന്നാലും ചെറിയൊരു ലുക്ക് ഇടുന്ന രീതിയിൽ അവർ ആ ഗ്രാഫിക്സിലൂടെ ആ ഒരു അഭംഗി മാറ്റിയിട്ടുണ്ട്. സൈഡിൽ ഫാത്തിമാസ് എന്നൊരു വലിയൊരു ലോഗോ വരുന്നുണ്ട്. ഇതിൻ്റെ റൂട്ടാണ് ആലപ്പുഴ ടു ഇരട്ടക്കുളങ്ങര ഹൈവേ NH ഒള്ളി വണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫാഹിം ആഫ്രിക്കൻസിൻ്റെ ഒരു ലോഗോ വരുന്നത്. എനിക്ക് പുള്ളിയാന്ന് തോന്നുന്നു ഗ്രാഫിക്സും ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഡിസൈനാണല്ലോ ഈ സ്ട്രൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈഡറിൻ്റെ ലുക്ക് നമുക്ക് അറിയാം, വളരെ ഭയങ്കര ലുക്കാണ്. ശരിക്കും വോൾവോടെയൊക്കെ ഒരു ചെറിയൊരു ലുക്ക് വരുന്ന രീതിയിലാണ് ഹെഡ് ലാമ്പും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. 2 ചെറിയ ലാമ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഡിക്കേറ്ററും കൂടെ വരുന്ന ഒരു യൂണിറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. താഴത്താണെങ്കിലും ഫോഗ് ലാമ്പ് ഇല്ല, ഒരു റിഫ്ലക്ടർ പോർഷനായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു ഹൗസിങ്ങും കാര്യങ്ങളും കൊടുത്ത് ഒരു കുഞ്ഞൻ ഗ്രില്ലാണ് വരുന്നത്. അതിൽ നമ്മുടെ ഏഷ്യറിൻ്റെ കുതിര അവിടെ നിൽക്കുന്നുണ്ട്. വോൾവോ ഏഷ്യർ ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണല്ലോ, അവരുടെയാണ് ചേസസും കാര്യങ്ങളും. അപ്പോൾ എനിക്കൊന്ന് ഏഷ്യർ ഇപ്പോൾ ഒരുപാട് പേര് പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് ഇപ്പോൾ റൂട്ട് ബസ്സിലേക്ക് ഏഷ്യർ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കൽപ്പകയിൽ പറഞ്ഞ പോലെ തന്നെ 2 വോൾവോ ടൈപ്പ് മിറേഴ്സും ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈപ്പറാണെങ്കിലും ബട്ടർഫ്ലൈ ടൈപ്പ് വൈപ്പറാണ്. ഒരു വൈപ്പർ മിസ്സിംഗ് ആണ്. 2 വൈപ്പറുകളാണ്, ഒരെണ്ണം മിസ്സിംഗ് ആണ്. റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നാലും വ്യത്യാസമൊന്നുമില്ല, മറ്റേതുപോലെ തന്നെ സിംഗം പോയി എന്നൊക്കെയുള്ളൊരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലും ആ സ്ട്രൈഡറിൻ്റെ ആ ഒരു നെയിം അവിടെ വീണ്ടും സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഡി കോഡിലുള്ള സംഭവമാണ് എമർജൻസി ഡോറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലും വരുന്നത്. അലവിലും കാര്യങ്ങളൊക്കെ കുറച്ച് അരിക്കായി കിടക്കുകയാണ്. സംഭവം ഭംഗിയുണ്ട്, കാണാനായിട്ട് ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ബാക്കിലേക്ക് നല്ല ഓവർഹാങ് ഉള്ള ഒരു ചേസസാണ്. നല്ല ലെങ്ത്ത് ബാക്കിലേക്കുണ്ട്. എന്നാൽ ഫ്രണ്ടിലേക്ക് അധികം ഇല്ല. ഫ്രണ്ട് ഓവർഹാങ് തീരെ കുറവാണ്. റിയർ ഓവർഹാങ് ആണ് നല്ല കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വണ്ടിയുടെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ സ്പെക്കും കാര്യങ്ങളും പറയാം. ജസ്റ്റ് ഒരു ഗൂഗിളിൽ നോക്കി പറയുന്നത് തന്നെ ഉള്ളൂ. കാരണം ടെക്നിക്കൽ സ്പെക്കോ കാര്യങ്ങളോ ഞാൻ ബസ്സിനകത്തൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഏതായാലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൂടെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഇനിയും ബസ് എടുക്കുന്നവർക്ക് ഒരു ഗുണമാവുമല്ലോ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2960 cc ആണ്. മാക്സിമം പവർ 105 kW ആണ്. അത് 3200 RPM-ലാണ്. ടോർക്ക് 400 Nm. അപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു അത്യാവശ്യം ചെറിയ CC ഏകദേശം 3000 cc ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ടോർക്ക് 400 Nm ടോർക്ക് കിട്ടുന്നുണ്ട്. അത് ഏകദേശം 1200 to 2500 RPM-ലാണ്. ക്ലച്ച് 310 ഡയാമീറ്റർ വരുന്ന ക്ലച്ചാണ് ഇതിനകത്തുള്ളത്.
പിന്നെ GVW ഏകദേശം 9.9 ടണ്ണാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടി ചെറിയ CC-യിലാണെങ്കിലും നല്ല നമുക്ക് അത്യാവശ്യം ഈ റൂട്ട് ബസ് പെർമിറ്റിനൊക്കെ നല്ലതാണ്. മാക്സിമം 40 സീറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിപ്പോൾ 36 സീറ്റാണ്. ഓരോ ബോഡിയുടെ കോൺഫിഗറേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. സീറ്റിംഗ് കപ്പാസിറ്റി 41, 37, 37ആണ്, 36 പ്ലസ് ഡ്രൈവർ. അല്ലോ ഇത്ര അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇപ്പോൾ എടുത്ത് പറയേണ്ട മുന്നേയൊക്കെ ഈശ്വർ എടുക്കാൻ എല്ലാവരും മടിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഏകദേശം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വറാണ് കൂടുതൽ എടുക്കുന്നതെന്ന് പറയാം റൂട്ട് ബസ്സിൽ. കാരണം വോൾവോ ആയിട്ടുള്ള ആ ഒരു ടൈപ്പിന് ശേഷമാണ് ഈശ്വറിന് ശരിക്കൊരു റൂട്ട് ബസ് എന്നുള്ള മാർക്കറ്റിൽ പ്രാധാന്യം വന്നത്. ഈ കൊമേഴ്ഷ്യൽ പേർപ്പസിന് അണ്ടറിലാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഒരു നിലവാര ഗുണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും. പഴയ ഈശ്വറിൻ്റെ ലോറികളൊക്കെ നമുക്ക് കയറുന്ന ആ ഒരു ഫീലേ അല്ല. കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം രീതിയിൽ നിന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഡ്രൈവർ ഡീറ്റെയിൽസ് ആയിട്ട് അത് പറയുന്നുണ്ട്. ഇവിടെ മോഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഡിജിറ്റലും അതുപോലെ ടാക്കോമീറ്റർ ഒക്കെ വരുന്നത്. ഇതിൻ്റെ ടാക്കോമീറ്റർ വരുന്നത് സ്പീഡോമീറ്റർ ഒക്കെ അനലോഗും അല്ല ഫുൾ MID ഒക്കെ സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കയറിയിരിക്കുമ്പോൾ സീറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് കുറച്ച് ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. കാരണം ഫ്രണ്ട് അത്യാവശ്യം ചെറിയൊരു ഓവർഹാങ് ഉണ്ട്. അതിൻ്റെ ഒരു ഇത് നമുക്ക് പറയാം. ഫുൾ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് കാണുന്നത് വെച്ചാൽ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് തീരെ ഞാൻ പറയുന്നത് തീരെ തൊട്ട് ഫ്രണ്ടിലുള്ള കാര്യങ്ങളാണ്. ശരിക്കും ആ ഒരു വലിയ ബസ്സിൻ്റെ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പം അതിനോട് ഒപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ബസ്സിൽ ഉള്ളവരോടല്ല, അല്ലാത്ത യാത്രക്കാരോട്, സ്കൂട്ടർ യാത്രക്കാരോട്, പിന്നെ റോഡ് മുറിച്ച് കിടക്കുന്നവരൊക്കെ പറയും. ഈ തന്നെ കുറച്ചാണ് കൊച്ചിയിൽ ആക്സിഡൻറ്റ് ഉണ്ടായി. ഇതുപോലെ ബസ്സിൻ്റെ റൂട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നൊരു ചേച്ചി നടന്നു പോവുകയായിരുന്നു. പക്ഷേ ബസ് കയറി നമുക്ക് ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. നമുക്ക് മിററിൽ കാണാം ബാക്കിലൊക്കെ, പക്ഷേ ഫ്രണ്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം എപ്പോഴും നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ ആൾക്കാർ കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ബസ് ഇറങ്ങി ബാക്കിലോട്ട് നടക്കാവുള്ളൂ, ഒരിക്കലും ഫ്രണ്ടിലേക്ക് നടക്കരുത്. കാരണം ഡ്രൈവറിന് അത് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ ഇന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആണ് ഇന്നലെ കണ്ണൂർ ഒരു പ്രൈവറ്റ് ബസ് ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ തട്ടിയാണ്. ആളെ നാട്ടുകാർ കൂടി ഇടിക്കാൻ പോയി, ആൾ ഓടി ഒരു ട്രെയിൻ ഇടിച്ച് ആൾ മരിക്കുകയുണ്ടായി. ഇപ്പോൾ വളരെ ദാരുണകരമായ സംഭവമാണ്. കേരളത്തിൽ മാത്രമേ എങ്കിലും ഇങ്ങനെയൊക്കെ ആകും. കേരളം പല കാര്യങ്ങളും മുന്നിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം പിറകോട്ട് തന്നെ എന്ന് പറയണം. ഒരു ക്രൂവലായിട്ടുള്ള മരണമാണ് ആ പുള്ളിക്ക് സംഭവിച്ചത്, ആ ബസ് തൊഴിലാളിക്ക് സംഭവിച്ചത്. കാരണം പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോൾ എനിക്കും പണ്ട് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. അവരുടെ ഓടിക്കുന്നത് എന്തിനാണ് ഇത്രയും പാഞ്ഞ് പോകുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പം ഇവരുടെയൊക്കെ ലീഡ് ചെയ്യുന്നതാണ് ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ ഉണ്ടായ വളരെയധികം ധാരണ സംഭവമാണ്. കാരണം ബസ് പോലൊരു വലിയ വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ്, നടക്കുന്നവരെയും സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഇതിന് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറി നിന്ന് ഇതിൻ്റെ കുറേ കീപ് ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഭംഗി എഴുതിക്കുന്നില്ല, അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. സേവ് ചെയ്തത് മനസ്സിലാക്കണം. ഞാനൊരു കുറ്റം പറയുന്നതല്ല, മനസ്സിലാക്കാൻ പറയുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഉൾഭാഗം എങ്ങനെ ചെയ്തിരിക്കുക എന്നുള്ളത് കാണാം. ഇപ്പോൾ ബസ്സിന് ഏകദേശം ഒരു ഹോൾട്ട് 20 മിനിറ്റ് ഹോൾട്ടുള്ളൂ. 15 മിനിറ്റ് നമുക്ക് ടൈമുള്ളൂ. ചെറിയ ടൈമാണ്, നമുക്കത് മതി. അതിനകത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുത്തു പോകാം. ഫ്രണ്ട് ക്യാബിന് തന്നെ തുടങ്ങാം. ഫുള്ളൊരു ബ്ലൂ തീമിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മൾ കൽപ്പാക്കിലാണ് റെഡാണ്, ഇതിലിപ്പം ഫുള്ള് ബ്ലൂ തീമിലാണ് ചെയ്തിരിക്കുന്നത്. 36 സീറ്റാണ് വരുന്നത്. ഡ്രൈവർ ക്യാബിനും കാര്യങ്ങളൊക്കെ ഏഷ്യറിൻ്റെ ഒരു ചെറിയ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സംഭവം തന്നെ വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ നമ്മൾ കയറുന്ന ഡോറിൻ്റെ ആ ഒരു ഇതാണ്. ഒരു സെമി ലോ ഫ്ലോർ എന്നുള്ള രീതിയാണ്. നമുക്ക് വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കയറാനായിട്ട്. പ്രായമായവർക്കും കയറാനും ഇറങ്ങാനും അത്യാവശ്യം നല്ല എളുപ്പമാണ്. നല്ല വിട്ടും വരുന്നുണ്ട്. ഇന്ന് പുതിയ ബോഡി കോഡിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം ഈ സംഭവം. അത് നല്ല കംഫർട്ടാണ്. നമുക്ക് കയറാൻ ഇറങ്ങാനും ഭയങ്കര എളുപ്പമാണ്. നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ട് ഓവർഹാങ് തീരെ കുറവാണ്. അതുപോലെ ഇതിൻ്റെ ടയർ സൈസും വരുന്നത് എനിക്കിത് നോർമൽ ബസ്സിനെക്കാട്ടും ചെറിയ ടയർ സൈസാണ്. ടയർ സൈസ് അവരോട് ചോദിക്കാം. ഇത് 235/75/17.5 ആണ്. അപ്പം സാധാരണ എനിക്കും 20 ഇഞ്ചാണ്. ഇതിന് വീൽ സൈസ് കുറച്ച് കുറവാണ്. അത് വണ്ടിയെക്കുറിച്ച് ജസ്റ്റ് റെക്കോർഡിംഗ് ആണ്. അത് എടുത്തേക്കല്ല, കട്ട് ചെയ്യണ്ടല്ലേ. വണ്ടിയെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഈശ്വറിന് ഇപ്പം ഈശ്വർ ആലപ്പുഴ എനിക്കൊന്നും ഇത് മാത്രമേ ഉള്ളല്ലേ? ഈശ്വർ ആലപ്പുഴ നിലവിൽ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. ഈ വണ്ടി മാത്രമേ ഉള്ളൂ. മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് 6.2 കിട്ടുന്നുണ്ട്. ഈ ടൗണിൽ ഓടിയിട്ട് കിട്ടുന്നുണ്ട്. ടൗണിൽ ഓടിയിട്ട് ബ്ലോക്കും പുറത്ത് പോയിട്ട് ആ ഒരു മൈലേജ് കിട്ടുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജാണ്. അത്യാവശ്യം മൈലേജ് വണ്ടി അവിടെ ഇപ്പോൾ ഇത് ഫാത്തിമാസ് ഗ്രൂപ്പിൻ്റെ ആണല്ലേ ബസ്? നിലവിൽ ഇപ്പോൾ 4 ബസ്സുണ്ട്. 4 ബസ്സുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കൊറോണയ്ക്ക് തന്നെ കയറ്റിയിട്ട് ഓടുന്നില്ല. ബാക്കി 3 ലൈൻ ഓടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇരട്ടക്കുളം ആലപ്പുഴ റൂട്ടിൽ ഇരട്ടക്കുളം ആലപ്പുഴ, ബാക്കി 2 കഞ്ഞിപ്പാടം കടപ്പുറം മണ്ണഞ്ചേരി ഉണ്ട്. കഞ്ഞിപ്പാടം കടപ്പുറം കലവൂരുണ്ട്. കഞ്ഞിപ്പാടം കടപ്പുറം കലവൂർ സാനിയ മെഹറാജ്, പിന്നെ ഇത് ഹാജറ. ഓക്കെ. നിലവിൽ വണ്ടി കൊള്ളാം. വണ്ടി നല്ല വണ്ടി. ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്? ഓടിക്കാനൊക്കെ കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡ് യൂസ് ലൈറ്റ് മോഡും പവർ മോഡും പവർ മോഡ്, എക്കോ മോഡ്, എക്കോ പ്ലസ് മോഡ് അങ്ങനെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പവർ മോഡ്
തിരക്കുള്ളതുകൊണ്ട് തന്നെ പവർ മോഡ് തന്നെ ഓടണം. പവർ മോഡ് ഓടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ 6.2 6.3 മൈലേജ് കിട്ടുന്നുണ്ട്. പവർ മോഡ് മൈലേജ് കുറച്ച് എക്കോ ഒക്കെ ഇട്ട് ഓടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൈലേജ് ഉണ്ട്. പക്ഷെ ഇപ്പൊ തിരക്കാരണം നമുക്ക് എക്കോ ഇട്ട് ഓടാൻ പറ്റത്തില്ല. കിട്ടുന്നൊരു പവർ എക്കോയിൽ നമുക്ക് കിട്ടൂല. ഇല്ല. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ബ്രേക്കൊക്കെ പക്ക ബ്രേക്കാണ്. ആഡ് ബ്ലൂ ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ആഡ് ബ്ലൂ വലിയ കൺസംഷൻ ഇല്ല അല്ലേ? ഇല്ല. ആഡ് ബ്ലൂ നമുക്ക് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഏകദേശം ഇപ്പൊ ഒരു ഞാൻ പറയാം ഏകദേശം ഇപ്പൊ 68 കിലോമീറ്റർ ആയി. നമ്മൾ ആഡ് ബ്ലൂ 68,500 കിലോമീറ്റർ ആയി വണ്ടി എടുത്തിട്ട്. ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര നാളായി ഇറങ്ങിയിട്ട്? ഈ മാസം 25-ാം തീയതി ആകുമ്പോൾ ചേസ് എടുത്തിട്ട് 1 വർഷമാവും. 1 വർഷമായി. പെട്ടെന്ന് പാലക്കാടാണ് നമ്മൾ ചേസ് എടുത്തത്. വീഡിയോ ചെയ്യണം വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അന്നേരം കുഴപ്പമില്ല. ഇതൊരു പാലക്കാട് തന്നെ പോയി ബോഡി ചെയ്ത് അത് നമ്മുടെ ഒരാളി ഷാജിക്ക പുള്ളി കൊറേയൊക്കെ തിരക്കി ബോഡിയെ കുറിച്ച്. അന്നേരം കൊണ്ടോടിയെക്കാട്ടിലും ബെറ്റർ ബോഡിയാണ് നമ്മള്. വെയിറ്റും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഷീറ്റൊക്കെ 3 ഷീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഏഷ്യറാ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. കാരണം ഞങ്ങൾ പണിയാൻ ചെന്നപ്പോൾ ഈശ്വര ഏറ്റവും കൂടുതൽ അകത്ത് കിടക്കുന്നത്. അകത്തും വെളിയിൽ ഈശ്വര. സ്മാർട്ട് ലിങ്ക്സ് ഒക്കെ എനിക്ക് കുറച്ചേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ അവർ ഈശ്വരാണ് ബേസ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക് ഒക്കെ പക്കയാണ്. എയർ ബ്രേക്കാണ്. അങ്ങനെ ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അവരിപ്പോ വോൾവോ ആയിട്ടുള്ള ആ ഒരു കൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ഏഷ്യർ കുറച്ച് ബെറ്റർ ആയി. ഇപ്പൊ ഒരുപാട് പേര് ഏഷ്യർ എടുക്കുന്നുണ്ട്. ടൈം ആയോ? നമുക്ക് ബസ്സിന് ഒട്ടും ടൈമില്ല. അതാണ് ഇപ്പം ഈ ഒരു 10-20 മിനിറ്റ് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പവർ മോഡും കാര്യങ്ങളല്ലേ? ഇതിപ്പോ ഓൾറെഡി ഇത് പവർ മോഡ്, ഇത് എക്കോ പ്ലസ്. ഇതിപ്പോ ഓൾറെഡി പവർ മോഡിലിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. 3 മോഡുണ്ട്. ഇതേ പവർ മോഡ് ആകുമ്പോൾ ഏകദേശം 100% പവർ ആണ്. എക്കോ മോഡ് ആകുമ്പോൾ 75%, എക്കോ പ്ലസ് ആകുമ്പോൾ 50%. നമ്മള് മൈലേജ് ഇപ്പം നിലവിൽ പവർ മോഡിൽ നമുക്ക് മൈലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്കോ ഇട്ട് ഓടുന്നില്ല. കമ്പനി പറയുന്ന സർവീസ് കഴിഞ്ഞപ്പോൾ എക്കോ ഇടണ്ട, പവർ മോഡിൽ തന്നെ ഓടിക്കും. നമുക്ക് ആ മൈലേജ് സർവീസ് പീരീഡ് മാത്രം. പഴയ വണ്ടീനെ അപേക്ഷിച്ച് ഒരു 800-900 രൂപ വ്യത്യാസം മൈലേജ് നമുക്ക് ഡെയിലി വ്യത്യാസമുണ്ട്. നല്ലൊരു വ്യത്യാസമാണ്. വ്യത്യാസമാണ്. കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീസലും കുറവാണ്. നോർമൽ സർവീസ് എത്ര കിലോമീറ്റർ ഓടും? സർവീസ് 50-ലാണ് സർവീസ്. നമ്മള് 48 ആയപ്പോൾ ചെയ്തായിരുന്നു. നമ്മള് പിന്നെ വേറെ ഇതെന്ന് പറയാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞ ആഡ്ബ്ലൂവിന്റെ കാര്യമാണ്. ആഴ്ച ചോദിച്ചോണ്ടിരിക്കും. ലൈലാൻഡ് ആയാലും ഭാരതൻസ് ആയാലും ആഴ്ച ചോദിച്ചോണ്ടിരിക്കും. നമുക്ക് ആ ഇതൊരു സർവീസിന് കൊണ്ടുവന്നപ്പോ പോലും ആഡ്ബ്ലൂ തിരിച്ച് വക്കിലോട്ട് ഒഴിച്ച് അതേണക്കിനെ തിരിച്ചു ഒഴിക്കുക. നമ്മളങ്ങനെ ചോദിച്ചപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന് വെച്ചാൽ അവര് നല്ല ഉപരി വണ്ണാണ് നിങ്ങളെ വണ്ടി. വന്നിട്ടില്ല. 1 വർഷമായി. നമ്മളെ കമ്പനി ചെക്കപ്പിന് ചെന്നപ്പോ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച, അതായത് ജനുവരി 24-ാം തീയതി വാങ്ങിച്ചു വെച്ചിട്ട് ഇതോട്ട് അനക്കിയിട്ടില്ല. പൊട്ടിച്ചിട്ട് പോലും ഇല്ല, ഒഴിച്ചിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യം വരും. അന്നേരം പറഞ്ഞ ഉപരി വണ്ണാണ് ആവശ്യം. സാധാരണ അടിക്കൊക്കെ 100 കിലോമീറ്റർ ഓടുമ്പോൾ 2 ലിറ്റർ ഒക്കെ പറയുന്നുണ്ടല്ലോ. നിലവില് ആഴ്ചയില് ലിങ്ക്സിന് ഇപ്പൊ ആരംഭിച്ചൊക്കെ ഒഴിച്ചോണ്ടിരിക്കുക. 8 ദിവസം കൂടുമ്പോൾ ഒഴിച്ചോണ്ടിരിക്കും. അപ്പൊ അത് എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു നല്ലൊരു കാര്യമാണ്. വണ്ടി ഓടിക്കാനൊക്കെ സുഖമാണ്, കംഫർട്ടാണ്. ബ്രേക്ക് പക്കാണ്. നമ്മുടെ ബ്രേക്ക് എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് കയറിയപ്പോ കണ്ട് ഞാനും ആലോചിച്ചു. കാരണം അത്ര നല്ല വെച്ചലേക്ക് വന്നിട്ട് വണ്ടി കറക്റ്റ് നിൽപ്പുണ്ട്. ലൈനർ അടിച്ചിട്ടില്ല. നമ്മള് ഇതിന് സർവീസിന് പോയിട്ട് ലൈനറും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അവര് പറഞ്ഞ ഇനി 3 കിലോമീറ്റർ ഓടുന്നതാണ്. വണ്ടി നോക്കിട്ട് കുഴപ്പമില്ല. റൂട്ട് കളക്ഷൻ എങ്ങനെ എടുക്കും? അത്യാവശ്യം നഷ്ടം ലെവലിൽ പ്രൈവറ്റ് ബസ് അത്യാവശ്യം ഇപ്പൊ ആലപ്പുഴ കുറച്ച് പുതിയ ബസ് ഇറങ്ങുന്നുണ്ട്. പുള്ളിക്ക് എന്തായാലും ഇതുകൊണ്ട് നഷ്ടം ഒരിക്കലും പറയും ഇല്ല. അല്ല, വണ്ടിയുടെ കാര്യമൊക്കെ ആകുമ്പോ എന്തെങ്കിലും വരുമല്ലോ. അവരിതങ്ങ് പോകും. വണ്ടി നമ്മൾ കൊണ്ടു നടക്കുന്നു. ഇവരോട് പേര് വെച്ചില്ല. എന്റെ പേര് വിപിനാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പുള്ളി അറിയാവുന്നതാണെങ്കിലും നന്നായിട്ട് പറഞ്ഞു. സാധാരണ അധികം കാര്യം പെട്ടെന്ന് ഇങ്ങനെ പറയാൻ ഒരു ചമ്മലാണ്. അത് നമ്മളുള്ള കാര്യങ്ങൾ ഉള്ള സത്യം പറയുന്നതിന് കുഴപ്പമില്ല. അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ഉള്ളു കുറവുള്ളൂ തോന്നിയിട്ടുള്ള. പ്രതീക്ഷിക്കാനും പറ്റത്തുള്ളൂ. ചേസിന് ഞങ്ങള് ടോട്ടൽ പറഞ്ഞാലും മതി. ബോഡി ബസ് ഇറങ്ങിയപ്പോ എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? മൊത്തം കൂടെ 30 രൂപ. ബോഡി
ബോഡി ഏകദേശം 11 സംതിങ്. പിന്നെ ബോഡി ചേസ് ഏകദേശം ഞങ്ങളെടുത്തതിനെക്കാട്ടി ഇപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് മേലെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേസിന് കൂടിയിട്ടുണ്ട്. ടാക്സ് ഇതിന് 3 മാസം കൂടെ എത്ര വരുന്നുണ്ട്? അതൊക്കെയാണ് ഒരു പ്രശ്നം. നമുക്ക് ഇതിനകത്തൊരു നഷ്ടം ലെവൽ വരുന്നത് അവിടെയൊക്കെയാണ്. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി വണ്ടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്ത് നോക്കിയിട്ട് ഞാനും ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാം. ഈ ബസ്സിൽ നമ്മൾ ആദ്യം തന്നെ ആകർഷിക്കുന്നതിൻ്റെ ആ ഒരു പുറമേ കാണുമ്പോഴുള്ള ആ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ യാത്രാസുഖമാണ്. ഇതിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു റൂട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു ഫീലുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കുറച്ചുകൂടി അപ്പ് മാർക്കറ്റ് ഫീൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യർ ഉപയോഗിച്ചിരിക്കുന്ന സെമി എലിപ്റ്റിക്കൽ ലീഫ് സസ്പെൻഷൻ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലൊരു എയർ സസ്പെൻഷൻ്റെതൊക്കെ നിലവാരത്തിലുള്ളൊരു യാത്രാസുഖം നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബോഡി നിലവാരത്തിൻ്റെ ആ ഒരു ഗുണം കൂടിയാണ്. ആ കറക്റ്റ് വെയിറ്റും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇത്രയും ഒരു യാത്രാസുഖത്തിലേക്ക് സംഭവം എത്തിയിരിക്കുന്നത്. അപ്പം യാത്രാസുഖം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അകത്തുള്ള സ്ഥല സൗകര്യം കുറച്ച് കുറവാണെങ്കിലും യാത്രാസുഖത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഈ വണ്ടിയിൽ നമുക്ക് തോന്നത്തില്ല.